ഹായ്, നമസ്കാരം പ്രിയപ്പെട്ട സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂവിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച പ്രധാനപ്പെട്ട 2 ചിത്രങ്ങളാണ് തിയേറ്ററിൽ റിലീസായിരിക്കുന്നത്. അതിലൊന്ന് ഉന്മാദമാണ്, മറ്റൊന്ന് പ്ലൂട്ടോയാണ്. 2026 ജൂലൈ 31 തിയേറ്ററുകളിലെത്തിയ ഉന്മാദം പ്രേക്ഷകരെയും സിനിമാ സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്ന മികച്ചൊരു ക്രൈം മിസ്റ്ററി ത്രില്ലറാണ്. ക്രൈം അന്വേഷണവും മനഃശാസ്ത്രപരമായ ഘടകങ്ങളും സൂപ്പർ നാച്ചുറൽ സാന്നിധ്യങ്ങളും കോർത്തിണക്കിയ ഈ ചിത്രം തുടക്കം മുതൽ ഒടുക്കം വരെ ആവേശം നിലനിർത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ചിത്രത്തിൻ്റേത്. സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ ഷെല്ലിയെ അവതരിപ്പിച്ചിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനാണ്. ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിളാണ്. എന്നാൽ മനസ്സ് മുഴുവൻ ഒരു നല്ല സിനിമയുടെ തിരക്കഥ എഴുതണം എന്ന ആഗ്രഹമാണ് അയാൾക്ക്. വ്യക്തിപരമായ സംഘർഷങ്ങളും ജോലിയിലെ വിരസതയും അനുഭവിക്കുന്ന ഷെല്ലി കുറേ കാലമായി തെളിയാതെ കിടക്കുന്ന ഒരു പഴയ സൂയിസൈഡ് അപമൃത്യു കേസിൻ്റെ ഫയൽ പഠിക്കാൻ തുടങ്ങുകയാണ്. കേസിന് പിന്നിലെ ചില അന്ധവിശ്വാസങ്ങളും ദുരൂഹതകളും അയാളെ കൂടുതൽ ആഴത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയാണ്. ഇതൊരു ഭ്രമമാണോ അതീന്ദ്രിയ അനുഭവങ്ങളേത് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റാത്ത വിധം ഷെല്ലിയുടെ ജീവിതം മാറുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. തിരക്കഥയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ നായാട്ട്, ഇരട്ട തുടങ്ങിയ ശ്രദ്ധേയ സിനിമകൾക്ക് ശേഷം ഷാഹി കബീർ ഒരുക്കിയ തിരക്കഥയാണിത്. പോലീസ് അന്വേഷണങ്ങളുടെ ഉള്ളറകൾ കൃത്യമായി അറിയാവുന്ന ഷാഹി കബീർ ഇത്തവണ സൂപ്പർ നാച്ചുറൽ മൂഡും മെറ്റാ നറേറ്റീവും ചേർത്താണ് കഥ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ പകുതി വളരെ മികച്ച രീതിയിൽ ത്രില്ലിംഗ് സസ്പെൻസ് നിലനിർത്തുമ്പോൾ രണ്ടാം പകുതിയിൽ യാഥാർത്ഥ്യവും ഭ്രമവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായുന്ന കഥാഗതി പ്രേക്ഷകരെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയാണ്. സംവിധാനത്തിൻ്റെ കാര്യമെടുക്കുമ്പോൾ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ പ്രശസ്ത എഡിറ്റർ കിരൺ ദാസ് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഒരു പുതുമുഖ സംവിധായകൻ്റെ പതർച്ചയില്ലാതെ ഡാർക്ക് ത്രില്ലർ മൂഡ് വളരെ ഗംഭീരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കിരൺ ദാസിന് സാധിച്ചിട്ടുണ്ട്. അഭിഷേക് പാതക്, കുമാർ മങ്കത് പാതക് എന്നിവരാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സാങ്കേതികമായി ഉയർന്ന നിലവാരം പുലർത്തുന്ന വിഷ്വൽ അനുഭവമാണ് നിർമ്മാതാക്കൾ തിയേറ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. കുഞ്ചാക്കോ ബോബൻ ഷെല്ലി എന്ന കഥാപാത്രമായി ചാക്കോച്ചൻ്റെ ഗംഭീര പ്രകടനമാണ് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. മാനസിക സംഘർഷങ്ങളും നിരാശയും കൺമുന്നിൽ കാണുന്ന ഭ്രമങ്ങളും വളരെ തനിമയോടെ അദ്ദേഹം സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ലിജോമോൾ ജോസാണ് മറ്റൊരു കഥാപാത്രം. ഷെല്ലിയുടെ ഭാര്യയായ സൗമ്യയായി ലിജോമോൾ എത്തുകയാണ്. ഭർത്താവിൻ്റെ വിചിത്രമായ പെരുമാറ്റങ്ങളിൽ ആകുലപ്പെടുന്ന, അതേസമയം കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന കഥാപാത്രത്തെ സ്വാഭാവിക അഭിനയത്തിലൂടെ അവർ ജീവസുറ്റതാക്കി എന്ന് വേണം പറയാൻ. സഹ അഭിനേതാക്കളുടെ കാര്യമെടുക്കുമ്പോൾ സിദ്ദിഖ്, സുധീഷ്, സാബുമോൻ, വിശാഖ് നായർ, കൃഷ്ണപ്രഭ, റൈന രാധാകൃഷ്ണൻ, ഷാജു ശ്രീധർ, കിരൺ പീതാംബരൻ, ഉണ്ണി ലാലു തുടങ്ങിയ മികച്ച കൂട്ടുകെട്ട് ചിത്രത്തിലെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങൾക്കും അന്വേഷണ മുഹൂർത്തങ്ങൾക്കും വലിയ പിന്തുണയാണ് നൽകുന്നത്. സംഗീതവും പശ്ചാത്തല സംഗീതവും എടുക്കുമ്പോൾ മുജീബ് മജീദ്, ജസ്റ്റിൻ വർഗീസ് എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കിയിരിക്കുന്നത്. കഥയിലെ പേടിയും നിഗൂഢതയും വർദ്ധിപ്പിക്കുന്നതിൽ ഇരുവരുടെയും BGM വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ സസ്പെൻസ് രംഗത്തിലും പ്രേക്ഷകരിൽ ആകാംക്ഷ നിറയ്ക്കാനായിട്ട് പശ്ചാത്തല സംഗീതത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ക്യാമറ DOP നോക്കുമ്പോൾ അർജുൻ സേതുവിൻ്റെ ഛായാഗ്രഹണം ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റുകളിൽ ഒന്നാണ്. സിനിമ ആവശ്യപ്പെടുന്ന ഇരുണ്ടതും മൂടിയുമായ അന്തരീക്ഷം, രാത്രി ദൃശ്യങ്ങളും വളരെ മനോഹരമായി തന്നെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. എഡിറ്റിങ്ങിൻ്റെ കാര്യമെടുക്കുമ്പോൾ സംവിധായകൻ കിരൺ ദാസ് തന്നെയാണ് ചിത്രത്തിൻ്റെ എഡിറ്റിങ്ങും നിർവഹിച്ചിരിക്കുന്നത്. എഡിറ്റിങ്ങിൽ അദ്ദേഹത്തിനുള്ള പരിചയസമ്പത്ത് ചിത്രത്തിൻ്റെ പേസിങ്ങിൽ വ്യക്തമാണ്. കഥാപാത്രത്തിൻ്റെ ചിന്തകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള മാറ്റങ്ങൾ കൃത്യമായി കട്ട് ചെയ്ത് സിനിമയുടെ വേഗത നിലനിർത്താനായിട്ട് എഡിറ്റർക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഓവറോൾ വെർഡിക്റ്റ് നോക്കുമ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ മാസ് പ്രകടനവും ഷാഹി കബീറിൻ്റെ വ്യത്യസ്തമായ എഴുത്തും കിരൺ ദാസിൻ്റെ മികച്ച സംവിധാനവും ചേർന്ന് ഒരുക്കുന്ന ഉന്മാദം തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു നല്ല ക്രൈം സസ്പെൻസ് മിസ്റ്ററി അനുഭവമാണ് സുഹൃത്തുക്കളെ. അടുത്ത പടം പ്ലൂട്ടോയാണ്. പ്ലൂട്ടോ എന്ന ഈ സിനിമ
ഭൂമിയിലെത്തിയ വേറിട്ട അന്യഗ്രഹ ജീവിയും ചിരിയുടെ പൂരവുമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. 2026 ജൂലൈ 30 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത പ്ലൂട്ടോ മലയാള സിനിമയിലെ തികച്ചും വ്യത്യസ്തവും കോമഡി നിറഞ്ഞതുമായ ഒരു സയൻസ് ഫിക്ഷൻ അനുഭവമാണ്. അന്യഗ്രഹ ജീവികളുടെ വരവിനെ മലയാളിത്തമുള്ള തമാശകളുമായി കോർത്തിണക്കിയ ഈ ചിത്രം പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ഒരു കളർഫുൾ റൈഡ് സമ്മാനിക്കുകയാണ്. എഞ്ചിനീയറിംഗ് സപ്ലികളും പേറി ജീവിതത്തിൽ എന്തെങ്കിലും സാധിച്ചു കാണിക്കാൻ നടക്കുന്ന വിഘ്നേഷ് എന്ന വിക്കി നീരജ് മാധവാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. നാട്ടുകാരും വീട്ടുകാരും തോറ്റമ്പിയവനായി മുദ്രകുത്തിയ വിക്കിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി ഒരു അന്യഗ്രഹ ജീവി എത്തുകയാണ്. സ്വന്തം ഗ്രഹത്തിലും ഒരു പരാജയമായി മാറിയ ഈ അന്യഗ്രഹ ജീവിയാണ് പ്ലൂട്ടോ. അൽതാഫ് സലീമാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഭൂമിയിലെത്തിയ പ്ലൂട്ടോയെ രക്ഷിക്കാനും തിരികെ അയക്കാനും വിക്കിയും സുഹൃത്തുക്കളും നടത്തുന്ന വിചിത്ര ശ്രമങ്ങളും അതിനിടയിലുണ്ടാകുന്ന അബദ്ധങ്ങളും ചിരി മുഹൂർത്തങ്ങളുമൊക്കെയാണ് ചിത്രത്തിൻ്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. തിരക്കഥ നോക്കുമ്പോൾ നിയാസ് മുഹമ്മദ് എഴുതി അനന്തു എസ് രാജ്, നിധി രാജ് എന്നിവരുടെ തിരക്കഥയിൽ ഒരുങ്ങിയതാണ് ചിത്രത്തിൻ്റെ കഥ. മലയാളത്തിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത മാഡ് ക്യാപ്പ് സാറ്റയർ കോമഡി ശൈലിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യ പകുതി കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ എടുക്കുന്നുണ്ടെങ്കിലും രണ്ടാം പകുതിയിലും ക്ലൈമാക്സിലും സയൻസ് ഫിക്ഷൻ ഘടകങ്ങളും തമാശകളും ഒത്തുചേർന്ന് മികച്ചൊരു കോമഡി അനുഭവം തന്നെ നൽകുന്നുണ്ട്. ചിത്രത്തിൻ്റെ സംവിധാനം എങ്കിലും ചന്ദ്രികെ എന്ന ചിത്രത്തിന് ശേഷം ആദിത്യൻ ചന്ദ്രശേഖർ സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണിത്. ഒരു സൂപ്പർ നാച്ചുറൽ അന്യഗ്രഹ കഥയെ കോമിക് ബുക്ക് സ്വഭാവമുള്ള ഒരു പോപ്പ കൾച്ചർ എൻ്റർടൈനറാക്കി മാറ്റുന്നതിൽ സംവിധായകൻ തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാണം ഓർക്കിഡ് ഫിലിംസ് ഇൻ്റർനാഷണലിൻ്റെ ബാനറിൽ റജു കുമാർ, രശ്മി റജു എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. സയൻസ് ഫിക്ഷൻ പശ്ചാത്തലമുള്ള കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വിഷ്വൽ ഗ്രാഫിക്സിനും മേക്കിങ്ങിനും നിർമ്മാതാക്കൾ കൃത്യമായ പിന്തുണ നൽകിയിട്ടുണ്ട്. നീരജിൻ്റെ സ്വാഭാവികമായ കോമഡി ടൈമിങ്ങും ഊർജ്ജസ്വലമായ പ്രകടനവുമാണ് ചിത്രത്തിൻ്റെ പ്രധാന ആകർഷണം. ഒരു തോറ്റ ചെറുപ്പക്കാരനിൽ നിന്നും അതിസാഹസികമായി അന്യഗ്രഹ ജീവിയെ രക്ഷിക്കാൻ പോകുന്ന കഥാപാത്രത്തിലേക്ക് നീരജ് മനോഹരമായി പരകായ പ്രവേശം തന്നെ നടത്തിയിട്ടുണ്ട്. അൽതാഫ് സലീം പ്ലൂട്ടോ എന്ന ഏലിയൻ കഥാപാത്രമായി അൽതാഫ് എത്തുകയാണ്. അൽതാഫിൻ്റെ തനതായ സംഭാഷണ ശൈലിയും ശാരീരിക ഭാഷയും സ്ക്രീനിൽ പൊട്ടിച്ചിരികൾ സമ്മാനിക്കുന്നുണ്ട്. ആർഷ ചാന്ദിനിയാണ് മറ്റൊരു താരം. വിക്കിയുടെ കാമുകി മീരയായി ആർഷ തനിക്ക് ലഭിച്ച വേഷം കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അജു വർഗീസ് ടൈഗർ തമ്പി എന്ന കഥാപാത്രമായി അജു വർഗീസ് സ്പെഷ്യൽ കോമഡി നൽകുന്നുണ്ട്. ബാലരമയിലെ ജമ്പൻ, ശിക്കാരി ശംഭു ലുക്കുകളെ അനുസ്മരിപ്പിക്കുന്ന അജുവിൻ്റെ കഥാപാത്രം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണ്. ഛായാഗ്രഹണം DOP നോക്കുമ്പോൾ വിഷ്ണു ശർമ്മയുടെ ക്യാമറ കണ്ണുകളാണ് സിനിമയ്ക്ക് ഒരു കോമിക് ബുക്ക് ഫീൽ നൽകുന്നത്. റെഡ് ഗ്രീൻ വിഷ്വൽ ലൈറ്റിംഗ് പാറ്റേണുകൾ ഉപയോഗിച്ച് കളർഫുള്ളായ ഒരു അന്യഗ്രഹ അന്തരീക്ഷവും കേരളീയ പശ്ചാത്തലവും ഒരുക്കാൻ വിഷ്ണുവിന് സാധിച്ചു എന്ന് വേണം പറയാൻ. ആരി അലക്സ 35 ക്യാമറയിലാണ് ചിത്രം പൂർണ്ണമായും ചിത്രീകരിച്ചിരിക്കുന്നത്. എഡിറ്റിങ്ങിൻ്റെ കാര്യമെടുക്കുമ്പോൾ സനാത് ശിവരാജ് നിർവഹിച്ച എഡിറ്റിംഗ് ചിത്രത്തിലെ വേഗതയേറിയ രംഗങ്ങൾക്ക് വളരെ മികവ് നൽകുന്നു. കോമിക് ബുക്ക് ശൈലിയിലുള്ള ഓൺ സ്ക്രീൻ കട്ടുകളും ഗ്രാഫിക്സ് ട്രാൻസിഷനുകളും സിനിമയെ കാഴ്ചക്കാർക്ക് ബോറടിക്കാത്ത രീതിയിൽ നിലനിർത്തുന്നുണ്ട്. ഒരു സാധാരണ മലയാളികളുടെ കുടുംബത്തിൽ ഒരു അന്യഗ്രഹ ജീവി എത്തിയാൽ ഉണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളാണ് പ്ലൂട്ടോ. വ്യത്യസ്തമായ ആശയം കൊണ്ടും നീരജ് അൽതാഫ് കൂട്ടുകെട്ടിൻ്റെ കോമഡി കെമിസ്ട്രി കൊണ്ടും കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും തിയേറ്ററിൽ ആസ്വദിച്ച് കാണാവുന്ന ഒരു ഫൺ റിഫ്രഷിംഗ് സയൻസ് ഫിക്ഷൻ ചിത്രമാണിത്. നിങ്ങൾ ഈ സിനിമയിൽ ഈ ആഴ്ച ഏത് ചിത്രമാണ് കണ്ടത് അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തയാഴ്ച പുതിയ സിനിമാ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.